സിയാച്ചിനിൽ ഹിമപാതത്തിൽ മരിച്ച ലാൻസ് നായിക് സുധീഷിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സഹോദരിയുടെ മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. കരസേനയുടെ ഔദ്യോഗിക ബഹുമതികളെ ആയിരുന്നു സംസ്കാരം. KPCC പ്രസിഡന്റ് VM സുധീരൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങിയ പ്രമുഖർ ധീരജവാന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. വിവരങ്ങളുമായി ശ്യാം ആർ ബാബു ഉണ്ട് സുധീഷിന്റെ വീട്ടിൽ നിന്ന്. ശ്യാം, എപ്പോഴാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്? എന്താണ് വിശദാംശം? ജിംസ് വൈകിട്ട് 4:30 B സുധീഷിന്റെ സഹോദരിയുടെ മകൻ അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കരസേനയുടെ 400ഓളം വരുന്ന സൈനികർ അദ്ദേഹത്തിന് അവസാന സല്യൂട്ട് നൽകാനെത്തി. മാത്രമല്ല ഔദ്യോഗിക ബഹുമതിയോടെയായിരുന്നു ഈ സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ നടന്നത്. മൺട്രോത്തുരുത്തിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഏതാണ്ട് 100 കണക്കിന് പേർ പങ്കെടുക്കാനെത്തി. 100 കണക്കിന് ആളുകൾ ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയം തന്നെ രൂപപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ മൺട്രോത്തുരുത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നത് മുതൽ അനുഭവപ്പെട്ട തിരക്ക് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുന്നതുവരെയും നിലകൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സൈന്യത്തിന്റെയും അതുപോലെ തന്നെ കേരള പോലീസിന്റെയും ഒക്കെ ഔദ്യോഗിക ബഹുമതി അദ്ദേഹത്തിന് നൽകിയിരുന്നു. പ്രധാനപ്പെട്ട പ്രമുഖരായ രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെയും പ്രമുഖരായ ആളുകൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തി. പ്രത്യേകിച്ചും VM സുധീരൻ, അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ളവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണും ഈ സംസ്കാര ചടങ്ങിൽ ആദ്യം പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ നിരവധി പേർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. അജിംസ്, സിയാച്ചിനിൽ ഹിമപാതത്തിൽ മരിച്ച ലാൻസ് നായിക് സുധീഷ് കുമാറിന്റെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ശവദാഹത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങൾ നൽകിയായിരുന്നു ശ്യാം ആർ ബാബു, കൊല്ലത്ത് നിന്ന്.